പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. എല്ലാവർക്കും ധനുമാസത്തിലെ തിരുവാതിര ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കഥ പറയാം. ഫലമൂല സദ്യ. മാന്യമഹാമൃഗങ്ങളെ, നാളെയാണ് കാട്ടുമുത്തപ്പൻകാവിലെ തിരുവാതിര വിളക്ക്. നാം എല്ലാം ഒരുമിച്ച് ആഘോഷിക്കേണ്ട സുദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ലഭിക്കാവുന്ന പഴങ്ങളും കിഴങ്ങുകളും പൂക്കളും കായ്കനികളും ശേഖരിച്ച് എല്ലാവരും മുത്തപ്പൻ കോവിലെത്തണേ. ഡും 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 ഡും. വനത്തിലെ ആസ്ഥാന സന്ദേശകാരനായ മിത്രൻ കുരങ്ങ് കാട് മുഴുവനും ചെണ്ട കൊട്ടി വിളംബരം ചെയ്തു. കാട്ടുമുത്തപ്പനു നേദിക്കുവാൻ പൂക്കൾ പഴങ്ങളും കായ്കനികൾ കിട്ടുന്നോരെല്ലാരും കൊണ്ടോരണേ, കൂട്ടരെ നിങ്ങൾ മടിച്ചിടല്ലേ. അപ്രകാരം എല്ലാവരും ധാരാളം പൂക്കളും പഴങ്ങളും കിഴങ്ങുകളും തേനും ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാട്ടുമുത്തപ്പൻ കോവിലിനു മുന്നിൽ സമർപ്പിച്ചു. പാചക ശിരോമണി ഗണ്ടൻ കാട്ടുപോത്തും മണിയൻ കാളയും ചേർന്ന് കിഴങ്ങുകളും പയർവർഗ്ഗങ്ങളും കായ്കനികളും ചേർത്ത് ഒന്നാന്തരം പുഴുക്കുണ്ടാക്കി. പച്ച വെളിച്ചെണ്ണ തൂകി കറിവേപ്പില മീതെയിട്ട പുഴുക്കിൻ്റെ കൊതിപ്പിക്കുന്ന ഗന്ധമാസ്വദിച്ച് അവർ വട്ടം കൂടി കൈകൊട്ടിക്കളിച്ചു. പഴങ്ങളും തേനും ഉപയോഗിച്ച് തിരുമധുരവും ഉണ്ടാക്കി. മൃഗക്കുട്ടികൾ ഉത്സാഹത്തോടെ പുഴുക്ക് വാങ്ങി കഴിക്കുന്നത് കണ്ട് അമ്മമാർ ആശ്ചര്യം പൂണ്ടു. എത്ര കഷ്ടപ്പെട്ട് പുഴുക്കുണ്ടാക്കി വച്ചാലും തൊട്ടു നോക്കാത്ത കുട്ടികളാ. കണ്ടില്ലേ, ഇല നിറച്ചും വാങ്ങി വയറ് നിറയെ ശാപ്പിടുന്നത്. പഴങ്ങൾ കണ്ടാൽ തല വെട്ടിച്ചു മാറുന്ന പിള്ളേര് തിരുമധുരം കോരി കുടിക്കുന്നു. അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ലേ. ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ ഒരു രസവും അവർക്കുണ്ടാവില്ല. ഒന്നിച്ചുണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴുള്ള രുചി വേറെ തന്നെയാണ്. ചിങ്ങാലി കരടി അമ്മൂമ്മ അമ്മമാരോട് പറഞ്ഞു. അതും ശരിയാ, നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം തന്നെ കഴിച്ചല്ലോ. അവരും മുത്തശ്ശിയോട് യോജിച്ചു. അവരെ കാവടി തുള്ളി ഓടിക്കളിച്ച് രസിക്കുമ്പോൾ ഇരട്ടി വിശപ്പാണ്. വിശക്കുമ്പോൾ രുചിയും കൂടുമല്ലോ. അപ്പൂപ്പൻ കുരങ്ങ് കൂട്ടിച്ചേർത്തു. അപ്പോഴും കുഞ്ഞുങ്ങൾ ഇല തുടച്ച് നക്കുന്നുണ്ടായിരുന്നു.